വിവാദങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ദ്വയാർത്ഥമാണെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഞാൻ അത്തരത്തിലുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല, നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. ഞാൻ പുരാണത്തിലെ കുന്തി ദേവിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, അത് മോശമായിട്ടുള്ള ഒരാളല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഒരു വാക്കിന് പല അർത്ഥങ്ങളാണല്ലോ. ഒരു അറബി വേർഡായാലും മലയാള വേർഡായാലൊക്കെ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അതിൽ നല്ല അർത്ഥമാണ് പുള്ളി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തെറ്റല്ല. പക്ഷേ ബോഡി ഷേമിങ് നമുക്ക് ഒരിക്കലും അനുവദിക്കാനും പാടില്ല. ഒരാളെ കുറിച്ചിട്ട്, ഒരാളെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ട്, ഒരാളെ ഇഷ്ടത്തിനെ കുറിച്ചിട്ട് നമ്മളൊരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത് പുള്ളി കാര്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞതല്ലായിരിക്കാം. പുള്ളി തമാശ രൂപത്തിൽ കുറേ സംഭവങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രശ്നമായിട്ട് പുള്ളി കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് പോലും നിയമത്തെക്കുറിച്ച് ധാരണയില്ല. ഇങ്ങനെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ട് ആർക്കും പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ രീതിയിൽ പറയാമെന്നുള്ള രീതിയിലായിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടെന്നുള്ള ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്. തെറ്റില്ലാതെ ഇരിക്കട്ടെ. ഞാൻ ഇറങ്ങി പറ്റുന്നതാണ് ആഗ്രഹിക്കുന്നത്. അതിന് ശേഷം പുള്ളി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കറക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതാ നിങ്ങൾ ലേഡിയല്ലേ, ഞാൻ നിങ്ങളെ കൈ പിടിച്ചാൽ നിങ്ങൾ കറങ്ങോ? ഒരിക്കലും കറങ്ങില്ല. കറങ്ങോ? എങ്ങനെ കറങ്ങും? ഇങ്ങനെ പിടിച്ചില്ലേ? ഇങ്ങനെ പിടിച്ചാൽ കറങ്ങോ? അത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആ ലേഡി അല്ലേ? പക്ഷേ അത്ര ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ച് അവരൊരു ഒരു പ്രോഗ്രാമിന് വിളിച്ചതല്ലേ? ഇനോഗ്രേഷന് വിളിച്ചാൽ അയാളും സെലിബ്രിറ്റിയാണ്, മറ്റുള്ളവരും സെലിബ്രിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എത്ര പോലെ സിനിമാ നടന്മാരും സിനിമാ നടിമാരും വന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, കറക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. എത്ര സ്റ്റേജ് പ്രോഗ്രാമിൽ നിങ്ങൾ കാണുന്നുണ്ട്. കോമഡി മാസ്റ്റേഴ്സ് മറ്റുള്ള കോമഡി പ്രോഗ്രാമിലൊക്കെ ഇല്ലേ? അപ്പോൾ അതിന് നമ്മൾ ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. അത് അദ്ദേഹം പൈസ കൊടുത്ത് ഉദ്ഘാടനത്തിന് കൊടുത്ത് ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യും. പക്ഷേ അവൾ കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ കറക്കുകയോ മേലിലെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ പ്രശ്നമാണ്. പക്ഷേ ഇതിങ്ങനെ പിടിച്ചില്ല. ഞാൻ കണ്ട വീഡിയോ കേട്ടോ, അതിനപ്പുറത്തേക്ക് വേറെ വീഡിയോ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സോൾവ് ചെയ്ത് നല്ല രീതിയിൽ ആക്കിയിട്ട് വരട്ടെ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ. ഇപ്പോൾ 4 ദിവസത്തേക്കുള്ള റിമാൻഡിൽ ചെയ്തേക്കണത്. ഇന്ന് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. ഇങ്ങനെ ജാമ്യം കിട്ടാൻ ചാൻസ് കുറവാണ്. ഇത് കാരണം ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇതുപോലെ കുറേ കമൻറ്റുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കമൻറ്റുകൾ കുറക്കാൻ ഇത്തരത്തിലുള്ള വലിയ ആളുകളൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവരൊക്കെ പേടിച്ച് എന്താ പറയുക, ഇത്തരത്തിലുള്ള കമൻറ്റുകൾ എഴുതാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഹണി റോസ് 30 പേർക്ക് കമന്റിട്ടെതിരെ 30 പേർക്ക് ആദ്യം കൊടുത്തു. അപ്പോൾ വീണ്ടും അതൊരു മുന്നറിയിപ്പായിരുന്നു. അപ്പൊ വീണ്ടും വന്നിരുന്നിട്ട് ഇതേ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ പറയുന്നത് ശരിയല്ല. അത് ശരി. ആ 30 പേരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഒരു പേരെ അറസ്റ്റ് ഇല്ല, ഒരാളെ ഇതായിട്ടുണ്ട്. ബൾഗറായിട്ട് കുറേ ആൾക്കാർ കമന്റ് എടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഇയാൾ ബോഡി ഷേമിങ് നടത്തിയതിൻ്റെ രീതിയിലല്ല സംസാരിച്ചിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് അന്ന് പറഞ്ഞു പോയി. അതിന് അദ്ദേഹം സോറി പറഞ്ഞു ചെയ്തതിന് മുൻപ് തന്നെ സോറി പറഞ്ഞു. സോറി പറഞ്ഞതോടുകൂടി അത് എന്തെങ്കിലും കോംപ്രമൈസിൽ എത്തിക്കായിരുന്നു. കൂടിക്കാഴ്ചയൊക്കെ നടത്തി എന്തെങ്കിലും കോംപ്രമൈസിൽ എത്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല. 3 വർഷമൊന്നും എന്താ പറയുക, ജയിലിലിടേണ്ട ഒരു തെറ്റായിട്ട് തോന്നുന്നു. അതായത് ഇപ്പം ഹണി റോസിൻ്റെ ഈ വിഷയത്തിൽ ഗവൺമെൻറ് ഇത്രയും ഇത് കാണിച്ചിട്ടാണല്ലോ ഇതിലും വലിയ കേസുകൾ തെളിയിക്കാണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസിന് ഇത്രയും പ്രാധാന്യം കൊടുത്ത് പെട്ടെന്ന് തന്നെ ബോച്ചനെ ഇങ്ങനെ വളഞ്ഞിട്ട് പിടിക്കാനായിട്ട് ഗവൺമെൻറ്റിന് ഇതിന് പ്രത്യേക താല്പര്യം വല്ലതും അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പോസിറ്റീവ് കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ ചെയ്യാം. ഏതൊരാളെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അത് നമുക്ക് നിയമത്തിന് മുന്നിലുള്ള ഏത് വലിയ വലിയ പ്രാഞ്ചേട്ടന്മാരെ അറസ്റ്റ് ചെയ്യുന്നത് കാണിക്കാനായിരിക്കാം. ദിലീപ് വിഷയത്തിൽ ഉണ്ടാവില്ല, അതുപോലെ കുറേ ആളുകൾ ബോച്ചയുമായിട്ട് ഇതിനു മുമ്പ് ഒരു വിവാദം നിലനിന്നിരുന്നത്. ബോച്ചെ ലക്കി ഡ്രോ ചായപ്പൊടിയുടെ കൂടെ ടിക്കറ്റ് വിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഇത് വന്നിരുന്നു. അന്നേ ബോച്ചയ്ക്കെതിരെ പരാതി പോയിട്ടുള്ളതാണ്. പിന്നെ അത് കോടതിയിൽ എന്തോ വാദിച്ച് എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ഇതുണ്ടോ ഈ ഒരു കാര്യത്തിൽ? കാര്യങ്ങളുണ്ടാവും. ശത്രുക്കൾ എന്തായാലും ഉണ്ടാവുമല്ലോ. ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ട്. ചില പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അത് എതിർക്കുന്നവരുണ്ടാവും, തകർക്കാൻ നിൽക്കുന്നവരുണ്ടാവും. ഇതിപ്പോൾ ഞാൻ നല്ലതാണെങ്കിൽ എനിക്കെതിരെ ഒരാളുണ്ട്. ഇപ്പോൾ യേശു ക്രിസ്തു ആണെങ്കിൽ അതിനെതിരെ നിൽക്കുന്നവരുണ്ടാവും, മുഹമ്മദ് നബി അതിനെതിരെ നിൽക്കുന്നവരുണ്ടാവും. ഒരു നല്ല ആൾക്കാരായിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് എന്തായാലും ഒരു വ്യക്തിക്ക് എന്തുണ്ട്, എത്ര നല്ല ചെയ്തൊരു കാര്യം. അത് മഹാത്മാഗാന്ധിക്ക് വരെ ഉണ്ട്. നെഗറ്റീവ് ഇല്ലേ? പോസിറ്റീവ് നെഗറ്റീവ് എന്തായാലും ഉണ്ടോ?
നടക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. സമൂഹത്തിലേക്ക് ഇത് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ഇത് അനുകരിക്കാനുള്ള ഒരു അത് മോശമല്ലല്ലോ ചെയ്തത്. ചാനലുകളിൽ വരുന്നതൊക്കെ ചാനലുകൾ അതിൻ്റെ ഇത് കണ്ടിട്ട് ചെയ്യുന്ന സംഭവങ്ങളല്ലേ. അതിന് അവരല്ലേ കുറ്റപ്പെടുത്തേണ്ടത്. ബോച്ചിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം ഒരാൾ ചെയ്യുന്ന കണ്ടിട്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇവിടെ നടന്ന് മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേമാതിരി ചെയ്യാൻ പാടില്ലാതെ ചെയ്യുന്നു. നിരപരാധി നമ്മൾ പറയാൻ പറ്റില്ല. ഞാനത് കണ്ടിട്ടില്ല. നമ്മളാരും വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനുള്ളിൽ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടോയെന്ന് നമുക്കറിയില്ല. ഇവരെ വിളിച്ചിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും, അതുപോലെ സ്റ്റേജ് പ്രോഗ്രാം വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവരെ വീട്ടിൽ പോയിട്ടുണ്ടാവും, ഫുഡ് കഴിച്ചിട്ടുണ്ടാവും, പല സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. അതിനിടയ്ക്ക് എന്തൊക്കെ വേറെ ദ്വയാർത്ഥത്തിൽ വേറെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? മൊഴി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായിരിക്കും. പബ്ലിക് അല്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതെ ഡബിൾ മീനിങ്. ഒരു വാക്കിന് പല അർത്ഥം ഇല്ലല്ലേ. ഒരു വാക്കിന് പല അർത്ഥമുണ്ട്. ഒരു ഇംഗ്ലീഷ് വേർഡായാലും മലയാള വേർഡായാലും അറബി വേർഡായാലും അപ്പോൾ പല അർത്ഥങ്ങളുണ്ടാകുമ്പോൾ അയാൾ ഉദ്ദേശിച്ച അർത്ഥം വേറെ ആണെങ്കിൽ എന്താ ചെയ്യുക? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ശിക്ഷിക്കപ്പെടും. പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ വാൺ ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരൻ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അണിറോസ് പറയുന്നുണ്ട്. എന്നിട്ടും പിന്നെ ആള് ബുദ്ധിദേവി തന്നെ പറയുന്നത്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അത് മനഃപൂർവ്വം ഈ ഒരു ബുദ്ധിദേവി മോശക്കാരിയാണെന്ന് വീണ്ടും നിങ്ങൾ പറഞ്ഞു തരുന്നത്. ബുദ്ധിദേവി മോശക്കാരിയാണോ? അല്ല, നല്ല മാറ്റിയിട്ട് വേറെ സൗന്ദര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. സൗന്ദര്യമാണെന്നാണല്ലോ പറഞ്ഞത്. സുന്ദരിയാണെന്ന് പറഞ്ഞത് അതിനെന്താ തെറ്റ്? സുന്ദരി എന്നാണ് ഇപ്പൊ തെറ്റെന്ന് പറയാൻ പറ്റില്ല. സുന്ദരി എന്ന് പറയാൻ പാടില്ലേ? നിങ്ങൾ നല്ല സുന്ദരി, നിങ്ങൾ നല്ല സുന്ദരിയില്ല. വാർത്ത ഇനിയിപ്പോൾ അത് വിവാദം പോവാം, കേസ് കൊടുക്കോ? ചോദിച്ചാട്ടാ, ഈ കേസ് കൊടുക്കാൻ പോകണ്ട. പാവം ഞാൻ ഇന്നത്തെ അത്ര പൈസ ഇല്ല, ഇറക്കാനൊന്നും ആളില്ലേ.